ബ്രിട്ടീഷുകാരുടെ ചരിത്രത്തിൽ തന്നെ അവർക്ക് ഏറ്റവും വലിയൊരു പരാജയം വന്നൊരു യുദ്ധം കൂടിയായിരുന്നു ഇവിടെ മഞ്ചേരിയിൽ വെച്ച് നടന്നത്. ഒരു ബ്രിട്ടീഷ് സൈനികനെ ലോകത്തിന്റെ മുമ്പിൽ ഇതിനു മുമ്പ് ഇത്തരത്തിൽ മറവ് ചെയ്തിട്ടുണ്ടോ എന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. ബ്രിട്ടീഷുകാരനാണ് ഇവിടെ സ്കൂൾ കൊണ്ടുവരുന്നത്. പക്ഷെ അതിനുശേഷമാണ് അവര് ഇത്തരത്തിൽ ഇത് പൊന്തിച്ചു കെട്ടി സംരക്ഷിക്കുന്നത്. സാമൂതിരി ഭരിച്ചപ്പോഴും മൈസൂര് ഭരിച്ചപ്പോഴും ബ്രിട്ടീഷ് ഭരിച്ചപ്പോഴും ഇതൊക്കെ ഒരു തന്ത്രപ്രധാനമായ ഒരു ഏരിയയിൽ പെട്ടതായിരുന്നു. ഇതിൽ അവർ ഈ സൈന്യമായിട്ട് ഒരു നല്ലൊരു ഏറ്റുമുട്ടൽ നടന്നു ഇവിടെ മഞ്ചേരിയിൽ വെച്ചിട്ട്. ബ്രിട്ടീഷുകാരെ നേരിട്ടുള്ളൊരു യുദ്ധം. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ശവകുടീരത്തിനടുത്താണ്. 1849 ഓഗസ്റ്റ് മാസം 28 മരണപ്പെട്ട ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥനായിട്ടുള്ള എൻസൺ വൈസ് എന്ന് പറയുന്ന കേണലിന്റെ ശവകുടീരത്തിന് സമീപത്താണ് ഞാൻ നിൽക്കുന്നത്. പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം അദ്ദേഹത്തിന്റെ ശവകുടീരം എനിക്ക് സമീപത്തായിട്ട് തന്നെ ഇവിടെയുണ്ട്. ഈ ശവകുടീരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് ഏകദേശം 180 വർഷങ്ങൾക്ക് മുൻപ് മരിച്ച ഒരു ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥന്റെ ശവകുടീരം എന്നുള്ളത് മാത്രമല്ല, ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് കൂടിയാണ് ഇതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലുള്ള മഞ്ചേരി ബോയ്സ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കോമ്പൗണ്ടിനകത്താണ് ഈ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. എങ്ങനെയാണ് 1849 മരിച്ച ഒരു ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥന്റെ ശവകുടീരം സ്കൂൾ കോമ്പൗണ്ടിനകത്ത് വന്നത്? അതൊരു വല്ലാത്ത കഥയാണ്. നമുക്ക് ഇത്തരം പുരാവസ്തു വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്ന സലീം പടവണ്ണ നമ്മളോടൊപ്പം ഉണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം എന്താണ് ഈ കേണലിന്റെ ശവകുടീരവുമായി ബന്ധപ്പെട്ടുള്ള കഥ എന്നുള്ളത്. ഇത് എങ്ങനെയാണ് ഈ ഒരു ശവകുടീരം വിദ്യാലയത്തിനകത്ത് വരുന്നത്? മഞ്ചേരി ഒരു തന്ത്രപ്രധാനമായ ഒരു സ്ഥലമായിരുന്നു. കാരണം ഇത് ഇവിടെ സാമൂതിരി ഭരിച്ചപ്പോഴും മൈസൂര് ഭരിച്ചപ്പോഴും ബ്രിട്ടീഷ് ഭരിച്ചപ്പോഴും ഇതൊക്കെ ഒരു തന്ത്രപ്രധാനമായ ഒരു ഏരിയയിൽ പെട്ടതായിരുന്നു. ഇതിൽ ഇവിടെ ഒരു 1843 മുതൽ 49, 68, 69 കാലങ്ങളിലൊക്കെ 1800-ലാണ് കേട്ടോ. ഇതൊക്കെ ഇവിടെ ചെറിയ ചെറിയ കലാപങ്ങളും ഇതൊക്കെ പൊട്ടിപ്പുറപ്പെടുന്ന ഒരു ഏരിയ ആയിരുന്നു. കാര്യം മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ജന്മി കുടിയാൻ സമ്പ്രദായത്തിലുള്ള വരുന്ന ഓരോ പ്രശ്നങ്ങളായിരുന്നു. അതെ, ഒരു ജന്മിയുമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു ഈ പ്രശ്നങ്ങളെല്ലാം ഇവിടെ വന്നുകൊണ്ടിരുന്നത് മഞ്ചേരിയിൽ. അപ്പൊ ആ ഒരു സമയത്ത് ഒരു ഓഗസ്റ്റ് 1849 ഓഗസ്റ്റ് 25 ചെറിയൊരു പ്രശ്നം ഇവിടെ വെച്ച് നടക്കുകയാണ്. മഞ്ചേരിയിൽ അടുത്ത് വെച്ചിട്ട് നടക്കുകയും അതിന്റെ ഫലമായിട്ട് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി. അതിൽ വരുന്ന ആളുകൾ മഞ്ചേരി കുന്നത്തമ്പലം ബേസ് ചെയ്തിട്ട് അവിടെ അവിടെ ഒളിവിൽ നിൽക്കുന്ന ഒരു സമയം. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം മഞ്ചേരിയിൽ നടന്നു എന്ന് അറിഞ്ഞ് ജന്മിമാരുടെ അറിയിപ്പ് അനുസരിച്ച് അവിടുന്ന് മലപ്പുറത്ത് നിന്ന് ക്യാപ്റ്റൻ വാട്സിന്റെ നേതൃത്വത്തിൽ 43-ാം റെജിമെന്റിലെ സ്പെഷ്യൽ ഡിറ്റാച്ച്മെന്റ് ഇവിടേക്ക് മഞ്ചേരിയിലേക്ക് ഒരു വിങ് മഞ്ചേരിയിലേക്ക് പുറപ്പെടുകയും 1849 ഓഗസ്റ്റ് 29 ഇവിടെ ഇവര് നിൽക്കുന്ന ഈ ഏരിയ ഇവിടുന്നും കുന്നത്തമ്പലത്തിനും, അതായത് ഇവിടെ തൊട്ടടുത്ത് താലൂക്ക് ഓഫീസ് ഇതിന്റെ മുകളിലാണ് വരുന്നത്. ഈ താലൂക്ക് ഓഫീസിനും കുന്നത്തമ്പലത്തിനും ഇടക്കെന്ന് പറഞ്ഞാൽ ഇതൊരു ഉയർന്ന പ്രദേശമാണ്, മൺചെരിവുകളാണ് ഇതിൽ. അപ്പൊ ഉയർന്ന പ്രദേശങ്ങളാണ് തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ. അപ്പൊ ഉയർന്ന പ്രദേശങ്ങളിലാണ് ഇവര് ഒളിവിൽ നിൽക്കലും ഈ ആക്രമണം നടത്തലൊക്കെ ഈ ആദ്യ സ്ഥലങ്ങളിൽ നിന്നാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഏകദേശം ഇവിടുന്ന് ഒരു 50 മീറ്റർ അപ്പുറം ഒരു പാടമുണ്ട്. ആ പാടത്ത് വെച്ചാണ് ഈ എൻസൈൻ വലിച്ചും ഈ ക്യാപ്റ്റൻ വാട്സിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം ഇവരുമായി ഏറ്റുമുട്ടുന്നത്. അതായത് ഏറ്റുമുട്ടുന്നത് ആ സമയത്താണ്. ആ സമയത്ത് 17 പേരായിരുന്നു മറ്റു സംഘത്തിലുണ്ടായിരുന്നത്. അതിൽ 16 വയസ്സ് മുതലുള്ള ആളുകളായിരുന്നു അതിലുണ്ടായിരുന്നത്. മുതിർന്നവർ എന്ന് പറഞ്ഞാല് അന്ന് അത്തൻ കുരിക്കൾ എന്നൊരു ആളുടെ പിന്മറക്കാര്, അതായത്
മോയിൻ കുരിക്കൾ, അത്തൻ മോയിൻ കുരിക്കളാണ് അതിൽ നേതൃത്വം നൽകിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവരുടെ നേതൃത്വത്തിൽ അവർക്ക് തന്നെ അത് അന്ന് 24 വയസ്സിന്റെ താഴെയുള്ളൂ എന്നാണ് എന്റെ അറിവ്. യുവാക്കളും ചെറുപ്പക്കാരും. അതെ, 16 വയസ്സ് മുതലുള്ള ആളുകൾ അതിലുണ്ടായിരുന്നത്. അവർ ഈ സൈന്യമായിട്ട് ഒരു നല്ലൊരു ഏറ്റുമുട്ടൽ നടന്നു ഇവിടെ മഞ്ചേരിയിൽ വെച്ചിട്ട്. ബ്രിട്ടീഷുകാരെ നേരിട്ടുള്ളൊരു യുദ്ധം, അതായത് ബ്രിട്ടീഷുകാർ തോക്കുകളുമായി യുദ്ധം ചെയ്യുമ്പോൾ ചെറിയ ആയുധങ്ങളുമായി, കത്തി പോലുള്ള ആയുധങ്ങളുമായിട്ടായിരുന്നു ഇവിടുത്തെ അഭ്യാസികളായിരുന്നു ഇവരൊക്കെ. ഈ യുവാക്കളൊക്കെ അഭ്യാസികളായിരുന്നു. ഇവരുമായിട്ട് യുദ്ധം നടക്കുകയും ആ യുദ്ധത്തിൽ അന്നത്തെ കേണലായ എൻസിയൻ വൈൽസിനെ വധിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കലായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അതൊരു 16-കാരനാണ് ഇയാളെ വധിച്ചതെന്നില്ലാന്ന് അറിയപ്പെടുന്നത് രേഖകൾ. കറക്റ്റായിട്ട് അതാണെന്ന് ഞാൻ സമർത്ഥിക്കുന്നില്ല. അങ്ങനെയാണ് എനിക്ക് കിട്ടിയ അറിവിൽ വരുന്നത്. അന്ന് ചരിത്രത്തിൽ ആദ്യമായിട്ട് ബ്രിട്ടീഷുകാർ ഇവിടെ വിട്ട് ഓടേണ്ട ഒരു സന്ദർഭം ഈ 17 പേര് ആളുകളുമായിട്ടുള്ള ഈ കലാ പോരാട്ടത്തിലാണ് നടന്നിട്ടുള്ളത്. അത് ബ്രിട്ടീഷുകാരുടെ ചരിത്രത്തിൽ തന്നെ അവർക്ക് ഏറ്റവും വലിയൊരു പരാജയം വന്നൊരു യുദ്ധം കൂടിയായിരുന്നു ഇവിടെ മഞ്ചേരിയിൽ വെച്ച് നടന്നത്. പക്ഷെ അതിനുശേഷം കൂടുതൽ സൈന്യങ്ങളൊന്നും ഒരു പരാജയപ്പെടുത്താത്ത മറ്റൊരു വശം. അങ്ങനെ വധിക്കപ്പെട്ട ഒരു കേണലാണ് എൻസിയൻ വൈൽസ്. ഈ എൻസിയൻ വൈൽസിനെ ഇവിടെ അതിനോട് അടുത്ത സ്ഥലത്ത് തന്നെയാണ് മറവ് ചെയ്തിരിക്കുന്നത്. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ അയാൾ ഉപയോഗിച്ചിരുന്ന കുതിര, അയാളെ യൂണിഫോം, അയാളെ ആയുധങ്ങൾ അടക്കമാണ് ഇവിടെ മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതാണ് ഇതിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു ബ്രിട്ടീഷ് സൈനികനെ ലോകത്തിന്റെ മുമ്പിൽ ഇതിനു മുമ്പ് ഇത്തരത്തിൽ മറവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പഠിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമുക്ക് ഇയാളുടെ കുതിരയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് എങ്ങനെ നമുക്ക് മനസ്സിലാവും? അത് നമ്മൾ അവരെന്നെ എഴുതിയിട്ടുണ്ട് ബുക്കുകളിൽ, ബ്രിട്ടീഷ് മാനുവലില് അത് എഴുതിയിട്ടുണ്ട്. മലബാർ മാനുവലിൽ അത് എഴുതിയിട്ടുണ്ട്, ഇതിങ്ങനെയാണ് അടക്കം ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത്തരത്തിൽ ലോകത്തിൽ ആദ്യത്തേതും അവസാനത്തേതും ആകാം ഒരു പക്ഷേ അത്തരത്തിലൊരു സൈനിക മേധാവിയെ മറവ് ചെയ്യുന്നത് അത്തരത്തിൽ ആദ്യത്തെ ആകാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെങ്ങനെ ഈ സ്കൂളിനകത്ത് വരുന്നത്? അന്ന് പറഞ്ഞല്ലോ ഇത് വിജനമായ സ്ഥലമായിരുന്നു. അന്ന് ഇവിടെ മറവ് ചെയ്തു. അതിനുശേഷമാണ് 1880-ലാണ് ഇവിടെ സ്കൂൾ ആരംഭിക്കുന്നത്. സ്കൂൾ ആരംഭിക്കുമ്പോൾ ഒരു ശവകുടീരമുള്ള കോമ്പൗണ്ടിനകത്ത് സ്കൂൾ എന്ന് പറയുന്നത്. പക്ഷെ അതിനുശേഷമാണ് ഇത് സ്കൂൾ വന്നതിന് ശേഷമാണ് ഇത് ഇങ്ങനെ ഇത്രയും സംരക്ഷിച്ചിട്ടുള്ളത്. ഇത് പിന്നെ അന്നും ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിലാണല്ലോ നമ്മള്. അന്നും ബ്രിട്ടീഷ് തന്നെയാണ് ഭരണം, ബ്രിട്ടീഷുകാരനാണ് ഇവിടെ സ്കൂൾ കൊണ്ടുവരുന്നത്. പക്ഷെ അതിനുശേഷമാണ് അവര് ഇത്തരത്തില് ഇത് പൊന്തിച്ചു കെട്ടി സംരക്ഷിക്കുന്നത്. അതിനുശേഷമാണ് വന്നതിന് ശേഷമാണ് ഇത് സംരക്ഷിക്കുന്നത്. നിലവിൽ ഇത് പുരാവസ്തു വകുപ്പാണ് ഏറ്റെടുക്കുന്നത്. പുരാവസ്തു വകുപ്പിന് കൊടുത്തിട്ടുണ്ട്. ഞാൻ മുൻകൈയെടുത്ത് പുരാവസ്തു വകുപ്പിന് ഇത് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അവര് വന്ന് ഇതിന്റെ പിക്ചറും കാര്യങ്ങളൊക്കെ ഇതിനെ കുറിച്ചൊരു പഠനം നടത്തി പോയിട്ടുണ്ട്. ഏറ്റെടുക്കുന്നില്ല വിശ്വാസമാണ്. കാരണം ഇത് നാളത്തെ തലമുറക്ക് ഇങ്ങനെ ഒരു ധീരന്മാരായ ആളുകളോട് ജീവിച്ചിരുന്നു എന്നും ഇത്തരം ബ്രിട്ടീഷുകാരെ ഏറ്റുമുട്ടിയിരുന്നു എന്നൊക്കെ ആളുകൾ പഠിക്കാനും അതിനൊരു അടയാളം ചൂണ്ടിക്കാണിക്കാനും ഇതുപോലെ മറ്റ് അടയാളങ്ങളൊന്നും ഇവിടെ മഞ്ചേരിയിൽ അധികമില്ല. ഇതൊരു തെളിവാണ്. ഒരു യുദ്ധത്തിൻ്റെ ഒരു സ്മാരകം ആണിത്. കാരണം ഈ സ്മാരകം സംരക്ഷിക്കപ്പെടേണ്ടതും ഇങ്ങനെയൊക്കെ നടന്ന ഒരു മണ്ണാണ് ഇതെന്നുള്ളതും ജനങ്ങൾ പിന്തുണക്കാർ അത് അറിഞ്ഞിരിക്കേണ്ടതും അത് ആവശ്യമാണ്.